നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. നാളത്തെ ദിവസം 14 നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ഇക്കൂട്ടർ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരുന്നതിന് വിലങ്ങുതടിയാകുന്ന ചില കാര്യങ്ങളെ കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന സമയമായതിനാൽ തന്നെ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില തെറ്റുകൾ ആ ഭാഗ്യത്തിന് തടസ്സമായി മാറുവാനും പാടുള്ളതല്ല. ഇവിടെ ചന്ദ്രഗ്രഹണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം ഒരു മാറ്റത്തിൻ്റെ സമയമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ ജന്മാഷ്ടമി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെയധികം ഭാഗ്യദായകമായ സമയങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ വെല്ലുവിളികളും മാറി കർമ്മ വിജയമൊക്കെ ഉണ്ടാകാൻ പോകുന്നു ഈ 14 നക്ഷത്രക്കാർക്കും. അപ്പോൾ അവർ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് മനസ്സിന് ശാന്തത, അതേപോലെ തന്നെ സ്വസ്ഥത, ഒരു സമാധാനം, ഇതൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിനമായിരിക്കും നാളെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ചില കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കേണ്ടത് അങ്ങനെ തന്നെ വയ്ക്കുക. നമ്മുടെ രോഗവിവരങ്ങൾ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ബാങ്ക് ബാലൻസുകൾ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ, ഇതൊക്കെയും പരസ്യമാക്കിയാൽ അത് പല വിധത്തിൽ ചൂഷണത്തിന് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള, അത് കടങ്ങളാകാം അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകളാകാം, ഏതായാലും ആരുമായും പങ്കുവയ്ക്കാൻ പോകാതിരിക്കുക. നാളത്തെ ദിവസം എന്നല്ല, എപ്പോഴും നിങ്ങൾക്കത് ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഏത് നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങൾ, ഇതൊക്കെ മറ്റൊരാളോട് പറയുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ അതിനെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാവിധ സമ്പത്തും ഭാഗ്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് നശിക്കാൻ ചിലപ്പോൾ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നതിലൂടെ തന്നെ സാധ്യമാകും. നിങ്ങൾ നാളത്തെ ദിവസം ഇതൊന്ന് ശ്രദ്ധിക്കുക. രഹസ്യങ്ങളൊന്നും, പ്രത്യേകിച്ച് സാമ്പത്തിക രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കാൻ പോകാതിരിക്കുക. ഒരു പഴയകാല സുഹൃത്തിനെയൊക്കെ കണ്ടുമുട്ടാനും അവർ നിമിത്തമൊക്കെ സന്തോഷങ്ങൾ വന്നു ചേരാൻ, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ആ ഒരു പരിചയം പുതുക്കലും അതുവഴി സൽക്കാരങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെതായ അവസരമൊക്കെ ഉണ്ടാകുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഓവർ വർക്ക് ആകാം, അല്ലെങ്കിൽ അവിടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം. അതൊക്കെ നീങ്ങുന്ന ഒരു ദിവസമാണ്. എങ്കിലും ശ്രദ്ധ, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധയും അത്യാവശ്യമാണ് നാളത്തെ ദിവസം. അറിയിപ്പില്ലാതെ ഒരു ബന്ധു ഗൃഹത്തിലേക്ക് വരാനൊക്കെ നാളത്തെ ദിവസം സാധ്യത കാണുന്നുണ്ട്. ആ ബന്ധുവിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സൽക്കരിക്കാനും ആ ബന്ധുവിൽ നിന്ന് സ്നേഹാദരവുകൾ ലഭിക്കാനും ഒക്കെ നാളത്തെ ദിവസം കാരണമാകുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിലവിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഒരു വെള്ളി വള വാങ്ങി കയ്യിൽ അണിയുകയാണെങ്കിൽ അത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു വെള്ളി ഉള്ളത് എല്ലാവിധ നെഗറ്റിവിറ്റികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം തരുന്നതാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി നിങ്ങളിലേക്ക് സമ്പത്ത് വരുന്നതിന് നിലനിൽക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറുവാൻ ഇങ്ങനെ ഒരു വെള്ളി വള കയ്യിൽ അണിയുന്നത് വഴി സാധ്യമാകും. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം ആരോഗ്യം ഗൗനിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഒരു അവഗണന നാളത്തെ ദിവസം കഴിവതും കൊടുക്കാതിരിക്കുക. നേട്ടത്തിൻ്റെ ദിനമായിരിക്കും നാളെ. നിങ്ങൾക്ക് പാലുൽപ്പന്നങ്ങളൊക്കെ വ്യവസായം ചെയ്യുന്നവർക്ക് നാളത്തെ ദിവസം നല്ല ഒരു ദിനമായിരിക്കും. അപ്പോൾ ഒരു പ്രായമേറിയ വ്യക്തിയുടെ സഹായമൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് തുണയായി വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രായമേറിയ വ്യക്തി നിങ്ങളെ സമീപിക്കാനും അവരിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാനും അവരെ ചില സഹായങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യുവാനൊക്കെ സാധ്യമാകുന്നതായി. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് നാളുകളായി നിങ്ങളുമായി പിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാകും. പ്രായമായവരുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ അതൊരു ശാപം, അല്ലെങ്കിൽ അതൊരു ദുഃഖമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ദുഃഖത്തിൽ നിങ്ങൾ കഴിയുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ നാളെ സമീപിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പ്രായമായ ഒരാൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തോട് രൂക്ഷമായ രീതിയിലുള്ള ഒരു സംഭാഷണത്തിനും പോകാതിരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുക. അവർക്ക് എന്താണ് വേണ്ടത് എന്നത് കൂടി നിങ്ങൾ അറിയുക. ചിലപ്പോൾ അതൊരു ശാപമായി നിങ്ങളുടെ ജീവിതത്തിൽ കിടന്നിട്ടുണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മുതിർന്ന ചിലപ്പോൾ ബന്ധുവാകാം,
ചിലപ്പോൾ ആരുമാകട്ടെ മുതിർന്നൊരു വ്യക്തിയോട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കോപാകുലരായി സംസാരിക്കേണ്ടി വന്ന് അതിൻ്റെ ഒരു പാപഭാരം നിങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ടെങ്കിൽ അത് മാറുന്നതിന് നാളെ തന്നെ കാരണമാകുന്ന ഒരു ദിവസമാണ്. ജോലിഭാരമൊക്കെ കുറയുന്ന ഒരു ദിവസമാണ്. പൊതുവെ നോക്കിയാൽ നല്ല സമാധാനം നിറയുന്ന ഒരു ദിവസം തന്നെയാണ് നാളെ. നിങ്ങൾ ആരോഗ്യ സംബന്ധമായ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങളെ വലയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്കൊക്കെ പ്രധാന കാര്യങ്ങൾക്ക് പോകുന്ന സമയങ്ങളിൽ ഒരു ചുമന്ന തൂവാല കയ്യിൽ, അതായത് ഒരു കർച്ചീഫ് കയ്യിൽ കരുതുന്നത് ഉത്തമമാണ്. പോക്കറ്റിൽ വെച്ചിരുന്നാൽ മതി. അത് ചുവപ്പ് നിറത്തിലുള്ളതായിരിക്കണം. ആരോഗ്യ സംബന്ധമായി ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ വലയ്ക്കാതിരിക്കുന്നതിന് അത് സഹായിക്കും. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകുന്ന ദിനമായിരിക്കും നാളെ. കുറച്ച് സമ്പാദ്യമൊക്കെ കയ്യിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചിലപ്പോൾ കടം കൊടുത്ത തുക ലഭിക്കാനായിരിക്കും. ചിലപ്പോൾ ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിൽ നിന്ന് സമ്മാനം ലഭിക്കുവാനായിരിക്കും. ഏതായാലും അല്പം ധനമൊക്കെ നാളത്തെ ദിവസം കയ്യിലേക്ക് വന്നു ചേരുന്നതാണ്. പങ്കാളിയെ സ്നേഹിക്കാനും പങ്കാളിയിൽ നിന്ന് സ്നേഹം അനുഭവിക്കാനൊക്കെ നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നാളത്തെ ദിവസം വിവാഹം പോലെയുള്ള ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ദരിദ്രരായ ആളുകൾക്ക് വസ്ത്രം ദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നല്ലൊരു പ്രവൃത്തിയാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് അതിലൂടെ സാധ്യമാകും. സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് എത്തുന്നതിന് ദരിദ്രരായ ആളുകൾക്ക് വസ്ത്രം ദാനം ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നതാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നാളത്തെ ദിവസം നിലവിലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മോചനമുണ്ടാകുന്ന ഒരു ദിവസമാണ്. സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കടം കൊടുത്ത തുക തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം ചിലപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ആ തുക നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത്. അതേപോലെ തന്നെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. നാളത്തെ ദിവസം ക്ഷേത്ര ദർശനത്തിനൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതുവഴിയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിനമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടും അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ദിനം കൂടിയാണ്. ഇനി കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരിൽ നിന്നും സ്നേഹം അറിയാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ശത്രുവായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാകും. ആ വ്യക്തി ശത്രുതാ മനോഭാവമൊക്കെ മാറ്റി നിങ്ങൾക്ക് സ്നേഹം നൽകാൻ, അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാനും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കർമ്മമേഖലയിൽ കർമ്മം ചെയ്യാനൊക്കെ സാധ്യമാകുന്ന ഒരു ദിവസമാണ്. കുടുംബത്തിലുള്ള മറ്റംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനൊക്കെ സാധ്യമാകുന്ന, ഒരുപാട് മനസ്സന്തോഷമൊക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് നാളത്തേത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മഞ്ഞ തുണിയിൽ അല്പം കുങ്കുമം പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്നത് ഉത്തമമാണ്. കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നതിനും ഈ സന്തോഷം എപ്പോഴും നിലനിൽക്കുന്നതിനും അത് സാധ്യമാകും. അതായത് ഒരു മഞ്ഞ തുണിയിൽ കുറച്ച് കുങ്കുമം പൊതിഞ്ഞ് ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു സ്ഥലത്ത്, അശുദ്ധിയായി പോകാതെയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതെയോ അത് കെട്ടഴിഞ്ഞു പോകാതെയോ ഒന്നും ഇരിക്കുന്ന അല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അഭിവൃദ്ധി, നഷ്ടപ്പെട്ടു പോയ എല്ലാവിധ ഭാഗ്യവും തിരികെ വരുന്നതിനും കുടുംബം അഭിവൃദ്ധിപ്പെടുന്നതിനും ഇത് കാരണമാകും. ചെയ്യുകയാണെങ്കിൽ നാളത്തെ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിട്ടം, ചതയം, പൂരുരുട്ടാതെ വരുന്ന കുംഭം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ സ്വന്തം ഇഷ്ടങ്ങൾ അതിന് അല്പം വില കൊടുക്കാനൊക്കെ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഒരുപാട് ജീവിതത്തെ ത്യജിക്കാതിരിക്കുക. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് നാളത്തെ ദിവസമെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ ശരി നമ്മുടെ ശരിയാവണമെന്നില്ല. നമുക്ക് ശരിയെന്നുള്ള യുക്തിക്ക് നിരക്കുന്ന, ദൈവത്തിന് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. അത് കുടുംബത്തോടൊപ്പം കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാനുള്ള ഭാഗ്യവും ചില യാത്രകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. സ്നേഹം പങ്കുവയ്ക്കാനും അതേപോലെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം വളരെയധികം മികച്ച ഒരു ദിനം തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ 14 നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസഫലമാണ് ഇവിടെ പറഞ്ഞത്. വളരെയധികം ഭാഗ്യദായകമായ ദിനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു മാറ്റം വന്നു ഭവിക്കും.